ഹായ്. ഇന്നില്ലേ ആ ഇന്ന് ഇതൊരു ഷോപ്പിംഗ് വീഡിയോ. ഫുള്ളായിട്ട് ഷോപ്പിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. മൊത്തത്തിൽ ഷോപ്പിംഗ് വീഡിയോ ഒന്ന് ചെയ്യാം. അയ്യടി, ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഓള് വിചാരിച്ചത് എന്താണെന്നറിയോ? എന്താ പറയാ, മാളിലൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിൽ കയറി ഓക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് അതൊക്കെ അങ്ങോട്ട് വീഡിയോ എടുത്ത് ഇടുന്നതാണ് എന്നാണ് ഓള് ചിന്തിച്ചത്. എന്നാലേ എൻ്റെ അക്കൗണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് കാലിയാക്കി തന്നാൽ ഞാൻ അടുത്തുള്ള ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇവിടെയും കൊണ്ട് ഷോപ്പിംഗ് വീഡിയോ ചെയ്താൽ എന്താ ഈ എന്ത് തിന്നുന്നുണ്ടാ? ഇതെന്തേക്ക് ബുൾഡക്കിനോട് പ്രാന്താന്നാ തോന്നുന്നത്. ഗൈസ്, ഞാൻ ഇന്നലെ രാവിലെ മമ്മ ആണെങ്കിൽ മര്യാദക്ക് പത്രി എന്നോണ്ടിന്നെ ഞാൻ എന്താക്കി മമ്മ പറഞ്ഞ പത്രിയാണ് ഞാൻ ബുൾഡക്ക് എന്നാണത്. അതപ്പോ ആക്കെ നടന്നുണ്ടാന്ന് അതൊന്നും ഒന്നുമില്ല. അത് വെറുതെ പറഞ്ഞതാ ഞാൻ. വെറുതെ പറഞ്ഞാണെന്ന്. അപ്പൊ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മൾ ഇന്നിപ്പം 2 ദിവസം കഴിഞ്ഞ പെരുന്നാളാണല്ലോ. ഇതിപ്പോ ഇന്ന് നാളായിട്ട് അപ്ലോഡ് ചെയ്യലുണ്ടാവാം. അപ്പം എന്തായാലും ഇന്നിപ്പം നോലുമ്പോൾ 28ആണ്. അപ്പം 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ നോർമലി പെരുന്നാളിലേക്കുള്ള സാധനം, അതായത് മട്ടനും ചിക്കനും ഒന്നല്ല കേട്ടോ, അല്ലാത്ത പലചരക്ക് സാധനങ്ങളെല്ലാം നമ്മൾ പെരുന്നാളിന് 2 ദിവസം മുന്നേ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. വേറെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കായിരിക്കും, അറിയാലോ നമുക്ക്. അല്ലെങ്കിൽ ഇപ്പം തന്നെ തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുറേ, എനിക്ക് റഷ് ഭയങ്കര സീൻ. എനിക്ക് തിരക്കുള്ളിടത്തേക്ക് പോകാൻ, തിരക്കുള്ള സ്ഥലത്തേക്ക് എന്തോ ഒരു തരം ശ്വാസം മുട്ടലാണ് എനിക്ക്. അങ്ങനെ തിരക്കുള്ളിടത്ത് പോയിട്ടുണ്ടെങ്കിലൊക്കെ എന്തൊക്കെ ഒരു ശ്വാസം മുട്ടലാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും, ചിലവർക്ക് അങ്ങനത്തെ സീൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമാണ്, ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഇന്ന് പോയിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും. അപ്പോൾ പൊന്നൂസ് പറഞ്ഞു, അമ്മ ഇന്ന് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ മാതിരി ചെയ്യാം. അപ്പോൾ എനിക്കൊരു ലൈക്ക് തോന്നി, ഓക്കെ നല്ലതല്ലേ, അങ്ങനത്തെ ഒരു വീഡിയോ മാതിരി ചെയ്യാം. അപ്പം നമ്മൾ ഓക്കെ ഓക്കെ ഹൈലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കയറുമ്പോൾ കാണുന്ന അതുണ്ടല്ലോ, നെക്സ്റ്റ് നമ്മൾ കയറുമ്പോൾ പോപ്കോൺ. അവിടെ നിന്നല്ല, എവിടെ പോയാലും പോപ്കോൺ. അതായത് ഒരു മൂവി കാണാൻ വേണ്ടി, ഇപ്പോൾ മൂവി കാണാൻ എന്തിനു വരണമെന്നറിയോ? പോപ്കോൺ കഴിക്കാൻ. ഞങ്ങൾ വല്ലപ്പോഴും ഒരു മൂവിക്കൊക്കെ പോവുള്ളൂ കേട്ടോ. എനിക്ക് ചിരിക്കുന്ന മൂവി, അതുപോലെ തന്നെ ഈ തല്ലുന്ന മൂവിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. തല്ലുമ്പോഴുള്ള മൂവി എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവില്ല. ഇവരെന്നിട്ട് തല്ലുള്ള മൂവി എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടൊക്കെ പോകും. അമ്മ ഇത് അടിപൊളി കോമഡി സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈസിറെ കണ്ടത് വേറെ തന്നെ ഒരു വിഷയം. എനിക്ക് എനിക്ക് പ്രേതത്തിൻ്റെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഡൈസിറെ ഇവർ കാണാൻ വേണ്ടി പോയ സമയത്ത് നോർമലി എനിക്ക് പ്രേതത്തിൻ്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇവരെ ഭാഗത്തുനിന്ന് കുറച്ച് പെടുത്തുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞു. പോരാത്തതിന് വരുന്ന സമയത്ത് ഹസ്ബൻഡ് വിളിച്ചിട്ട് ഡൈസിനെ ഇവർ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ കഥ ആണെന്നെങ്കിൽ വിളിക്കുന്ന സമയത്ത് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞ അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് വീഡിയോയിൽ. നമ്മളിപ്പം ബാക്കിൽ നിന്നൊക്കെ പ്രേതം വന്നിട്ട് നമുക്ക് ഇടിക്കുന്ന പോലത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടാവും, അങ്ങനെ ബാക്കിൽ നിന്നൊക്കെ ആയിരിക്കും വരാമെന്നൊക്കെ പറഞ്ഞു. ഇത് ഒരുപാട് പേടികൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതും കൊണ്ടിട്ടാണ് ഞാൻ ഓൾറെഡി ബുക്കിംഗ് ചെയ്തും പോയി, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഇതും കണ്ടിട്ടാണ് ഞാൻ സിനിമക്ക് പോകുന്നത്. കേട്ടിട്ട് ആ ഒരു സിനിമ കാണാനുണ്ടല്ലോ, ഞാൻ ഒരുവിധ ആൾക്കാരെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കൂക്കിട്ട് ഓരോന്ന് വരുമ്പോൾ എന്നുള്ള സൗണ്ടുകളാ എവിടുന്നൊക്കെ എനിക്ക് സൗണ്ട് വന്നതെന്ന് അറിയൂല. എൻ്റെ ഈ ഒരു യന്ത്രൂഞ്ഞാലൻ്റെ ഏകദേശം ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഞാൻ ആ സിനിമ കാണാൻ പോയപ്പം. എൻ്റെ വായന്ന് വന്ന സ്വരപ്പ് കൂക്കിടലും ഇത് പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥ. ശരിക്കും പറയാം, ഒരു പേടിയില്ലാത്ത സിനിമയാണ് അത്, ഒരു പേടിയില്ലാത്ത സിനിമ. അതിന്റെ ഫേമസ് എന്ന് പറയുന്നത് നമ്മളപ്പുറത്തിരിക്കുന്ന ആളെ മമ്മനെ നോക്കി കളിച്ചിരിക്കുന്നത് ശരിയാ. സത്യം പറയാ, അവിടെ വന്ന ആൾക്കാർക്ക് ഇന്നെ കൊണ്ട് ശരിപ്പം കുഞ്ഞൻ നേരെ കിരിക്കി കുഞ്ഞിനെ കാണുന്നില്ല. ചിലപ്പം സിനിമ മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിരുന്നു. ഒച്ചപ്പാടും വേളം പേടിച്ചിട്ട്. കാരണം എൻ്റെ ഒരു മൈൻഡിൽ നമുക്ക് അങ്ങനെ ആണല്ലോ, നമ്മളെ മൈൻഡിൽ നമ്മളെ ഒരു വേറെ എന്തെങ്കിലും വാക്ക് ഇൻജക്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഇതായിരിക്കും നമ്മളെ മൈൻഡിലുണ്ടാവും. അങ്ങനെ ആയിരിക്കും, ഇനി ഇതിങ്ങനെ ആയിരിക്കോ എന്നുള്ള പേടിയിൽ ഞാൻ ആ സിനിമ കാണാതിരിക്കുമ്പോൾ
എൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാത്തന്നല്ല, അത്രയും മോശപ്പെട്ട അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സിനിമ ഹോട്ട്സ്റ്റാറിൽ വന്നപ്പം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ശരിക്കും പറയാം സിനിമ ഒരു പേടിയില്ലാത്ത സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇഞ്ചക്ഷൻ കാരണം ഓരോരുത്തർ കുത്തിവെച്ച ഇഞ്ചക്ഷൻ ഓരോരുത്തരല്ല, ഒന്നിൻ്റെ മക്കളും ഒന്നിൻ്റെ ഹസ്ബൻഡും കുത്തിവെച്ച ഇഞ്ചക്ഷൻ കാരണം അതാ ഏറ്റവും വലിയ മാറ്റം. കാരണം ഞാൻ ആ സിനിമ വളരെ വളരെ അവിടെ ഇരിക്കുന്ന എൻ്റെ അടുത്ത് അവിടെയൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കണ്ട ഒരു സിനിമ ആക്കിയിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. പുള്ളി ഡൈസിറേ പറഞ്ഞപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് പൊന്നൂസ് പറഞ്ഞു നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ലോങ് വീഡിയോ ഇടാം. കോമഡി എന്താ കോമഡി? കോമഡി എന്താ വെച്ചാല് ഞാനില്ലേ ലക്കീബിന്റെ പ്രസ്കൂട്ടറിൽ പോയി. അപ്പൊ ലക്കി പറയണേ ഞങ്ങൾക്ക് ഡൈസറിന്റെ വീടാണ് ശരിയാണ്. ഓ, ഇവർക്ക് ഇതാണ് പരിപാടി. ഡൈസർ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പൊളിഞ്ഞ വീടുണ്ട്. അത് ഇവൾക്ക് ഓരോന്നും പറഞ്ഞിട്ട് പേടിപ്പിച്ച് കാണിച്ചു. ഇക്കാക്കും കണക്കാണ്, അനിയത്തിയും കണക്കാണ്. അപ്പൊ എങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാലേ ശരിയാവില്ല. അന്ന് ദേവദത്ത് ഒരു കുട്ടി എന്റെ കാക്കന്റെ ഫ്രണ്ട് അതെ അതെ, ഇത് ഇങ്ങനെ ലോങ് വീഡിയോ ഇങ്ങനെ പറഞ്ഞിരിക്കാനല്ല. അപ്പൊ പിന്നെ ഞാൻ വാ മേലൊക്കെ കഴുകി. ഇന്നിപ്പം നോമ്പ് മിക്കവാറും പുറത്തുനിന്നായിരിക്കും തുറക്കുക, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പോകും. എന്നിട്ട് മാക്സിമം ഫുള്ളും പുറത്തുനിന്നായിരിക്കും തുറക്കാം. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്നോട് എൻ്റെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ വീഡിയോയിൽ ഓൺ വോയിസ് കേട്ടിട്ടായിരിക്കും ഒരാൾ ഒരു കമൻറ്റ് വന്നു, ഉമ്മക്ക് ശ്വാസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഉണ്ട് കേട്ടോ, എനിക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഇൻഹേലർ വലിക്കുന്ന ആളാണ്. ഇതാണ് ഇൻഹേലർ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചാലൊക്കെ കിതപ്പ് വരും, ഭയങ്കരമായിട്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, കിതപ്പ് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ചെറുപ്പത്തിൽ വിട്ടുമാറാത്ത ശ്വാസം മുട്ട ഉണ്ടായിരുന്നു. വിട്ടുമാറാത്ത ശ്വാസം മുട്ട എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ നല്ല ഡെലിവറി കഴിഞ്ഞ സമയത്തും എനിക്ക് ഭയങ്കര സീനായിരുന്നു. ഭയങ്കര സീനെന്ന് വെച്ചാൽ ഭയങ്കര അവസ്ഥയായിരുന്നു. എന്താ പറയുക, ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ചുമച്ചിട്ടും ഇതാക്കിയിട്ടും എനിക്ക് മൂത്രം വരെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചിട്ടും മാറാതെ രാത്രി പാതിരാക്ക് കൊണ്ടുപോകും, ഇൻഹേലർ എന്താ പറയുക നെബുലൈസ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ദിവസം നമ്മളിപ്പോൾ എവിടെ കാണിക്കണം, ഇനി എവിടെ എന്നെ കൊണ്ട് കാണിക്കേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മലപ്പുറം അങ്ങനെ എവിടെ വേണം പോകാൻ വേണ്ടി നിന്നപ്പം വഴിയിൽ നിന്ന് ശ്വാസം മുട്ടി നല്ല അത്യന്തമായിപ്പോയി. അങ്ങനെ നേരെ അവിടുന്ന് പുതിയ സ്റ്റാൻഡായിരുന്നു, നേരെ എന്നെ ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഉള്ളത് പറയാലോ, എൻ്റെ ജീവൻ തിരിച്ചിട്ടൊരു ഹോസ്പിറ്റലാണ്. ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത്രയും കാലം ഇക്രയിലും അവിടെ ഇവിടെയും ബേബിയിലും എല്ലാം കാണിച്ചിട്ട് ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ ഉമ്മൻ്റെ ആങ്ങളാ പറഞ്ഞത് തോന്നുന്നത്. അപ്പോൾ ഉമ്മൻ്റെ അനിയത്തി ഉമ്മയും എല്ലാം കൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ചെസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ശ്വാസം മുട്ട് വന്ന് അവിടെ നിന്ന് അപ്പം തന്നെ എന്നെ നെബുലൈസ് ചെയ്തതിൻ്റെ ശേഷം, അപ്പം നെബുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണല്ലോ. എനിക്ക് ചിരിക്കാൻ പാടില്ലായിരുന്നു, ചിരിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചെസ്റ്റിൽ കൊണ്ടുപോയി ഇവർ നെബുലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണിക്കായിരിക്കുമല്ലോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടറോട് ഉമ്മൻ്റെ അനിയത്തി പറഞ്ഞു, ഇപ്പോൾ നെബുലൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരുപാട് പറയാനുണ്ടാവും. അപ്പം കുറേ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തതിലെല്ലാം ഒരു മിനിറ്റ് ചെയ്തതിൽ പറഞ്ഞതിലെല്ലാം എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് ലങ്സിൽ കഫം കെട്ടിക്കിടക്കുന്ന ഇഷ്യൂ, അത് പോകുന്നില്ല. നമുക്ക് ലങ്സ് ശ്വാസം മുട്ടാതാണല്ലോ, ലങ്സ് ഇങ്ങനെ ചുരുങ്ങി പോവുക, പിന്നെ അത് വികസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടുള്ളൂ, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം അതായിരുന്നു. അങ്ങനെ ഈ ദിവസം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു വന്ന് ഞാൻ തിരിച്ചു വന്നത് പിന്നെ ശ്വാസം മുട്ട എന്നൊരു സാധനം ഇല്ലാതാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് ശ്വാസം മുട്ട ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ, എനിക്ക് പേടിയാണ്. കാരണം അനുഭവിച്ച് നമുക്കല്ല അതിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാവുള്ളൂ. എന്താണ് ഈ ശ്വാസം മുട്ട എന്നുള്ളത്. നമുക്കൊരു തുള്ളി ശ്വാസത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തർ എവിടെന്നെങ്കിലും ഒരു ശ്വാസം കിട്ടിയാൽ മതിയേനോ എന്നുള്ളൊരു അവസ്ഥയാണ് ഈ ശ്വാസം മുട്ടലിൻ്റെ. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയുള്ളൊരു രോഗമാണ്.
അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ശ്വാസം മുട്ട് മാറ്റി. പിന്നെ എനിക്ക് ആ ഒരു സാധനം വന്നിട്ടേ ഇല്ല. പഠിച്ചോനെ വരല്ലേ വരും. ശ്വാസം മുട്ടുള്ള ആൾക്കാർ മരിക്കുമ്പോൾ ശ്വാസം മുട്ടോട് കൂടിയിട്ട് തന്നെ മരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അറിയൂല എന്താന്നുള്ള അവസ്ഥ ഒന്നും. പേടിയാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, ശ്വാസം മുട്ട് ഒരു ചെറുപ്പത്തിൽ വന്നൊരു ആൾക്ക് നമുക്ക് വലുതാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ മരിക്കൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി മരണത്തിനെ പറ്റി പറയുന്നത് പഠിച്ചോനെ എന്ന് പറയാം. നമ്മൾ ജനിച്ചാലൊരു മരണമുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ ശ്വാസം മുട്ട് മാറ്റി തന്നു. പിന്നെ അതിൻ്റെ ഇഷ്യൂ എനിക്ക് ഈ ഒരു വീസിങ്ങിൻ്റെ ഇഷ്യൂ ഇനി നെബുലൈസ് ചെയ്യുന്നതോ പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല. പക്ഷെ വല്ലപ്പോഴും എനിക്ക് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ വല്ലപ്പോഴാണ് കേട്ടോ സ്റ്റെപ്പ് കയറും. പിന്നെ പ്രായമായതല്ല, കുറച്ച് അത്യാവശ്യം തടിയും ഉണ്ട്. അപ്പോൾ പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ളവരൊക്കെ അവസരം. അപ്പോൾ ഈ ഇൻഹേലർ വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഇൻഹേലർ വലിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴാണ് വലിക്കുന്നത്, എപ്പോഴൊന്നും എനിക്ക് ഇതിൻ്റെ ആവശ്യം വരാറില്ല. അപ്പം ഇതാണ് ചോദിച്ച ആൾക്കാർക്ക് ഞാനൊരു റിപ്ലൈ തന്നതാണ്. എനിക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതിന് കുറച്ച് വില കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അതിനുള്ള റിപ്ലൈ. ഞാൻ അവർക്ക് കമൻറ്റിൽ ഞാൻ ഉണ്ട് എന്നുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കുണ്ട്, ഇതാണ് പ്രശ്നം. കുറേ നേരം ഇങ്ങനെ ചിലപ്പോൾ ശ്വാസം ഇങ്ങനെ ഇതാവുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യും. അപ്പം ഇതാക്കും. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ ഹെൽത്തി ആണ് കേട്ടോ. അപ്പം എനിക്കിത് ശ്വാസം മുട്ടല് അവള് ഇത് ഞാൻ എനിക്ക് ചെസ്റ്റോ ഗായ്സ് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലേനെ ഇങ്ങനെ മമ്മയുടെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി. മമ്മ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തെന്നു. മമ്മ ടോൾഡ് മമ്മ റെക്കമെൻഡ് ചെയ്തു. മമ്മ എനിക്ക് പാനിപ്പൂരി വേണം. ഓക്കെ ഓക്കെ. മമ്മ റെക്കമെൻഡ് ചെയ്തു തന്നു ഈ ഹോസ്പിറ്റലിൽ പോയിക്കാം, സൂപ്പർ സ്ഥലമാണെന്ന്. അപ്പോൾ ഞാൻ എന്താക്കി അവിടെ പോയി. ഒറ്റയ്ക്ക് പോയിട്ട് കാണിച്ചതാണ്. എങ്ങനെ പോയി ഞാൻ എൻ്റെ പൊന്നൂസിന് ഇതേ പ്രശ്നം ഒരുവിധം എല്ലാ കുട്ടികൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കണം. ചെറുപ്പത്തിൽ ശ്വാസം മുട്ടും അതും ഇതൊക്കെ ആയിട്ട് പൊന്നൂസിനും ഇതേമാതിരത്തെ എൻ്റെ അവസ്ഥ തന്നെയാണ്. അവൾക്ക് ഒരു നെബുലൈസ് ചെയ്യുന്ന മെഷീൻ തന്നെ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കണം. ബാപ്പ വരുമ്പോൾ ഒരു ചാർജ് കുത്തുന്ന ഒരു ടൈപ്പും കൊണ്ടുവന്നുണ്ട്. അതിനെക്കൊണ്ട് ഇപ്പം ഞാൻ അവളെ ചെസ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവൾക്ക് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കില്ല ഗൈസ്. പറ്റില്ലേ? ആദ്യം മമ്മന്റെ പോലെ തന്നെ ചിരിക്കുമ്പോ അല്ലേ ശ്വാസം മുട്ടിനെ. ഇപ്പൊ ഞാൻ പറഞ്ഞാലേക്ക് ശ്വാസം മുട്ടില്ല ഗൈസ്. ചക്കരാണ് അവർ പൊന്നാണ്. അപ്പം അവൾക്ക് ഇങ്ങനെ ഇതേമാതിരത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ അവളെയും ചെസ്റ്റ് കാണിച്ചു. ഏത് ഡോക്ടർ പേരെന്തായിരുന്നു? എന്നെ കാണിച്ച അനിൽ ജോസഫ് ആയിരുന്നു. മോളത് ഏതായിരുന്നു? അഷ്റഫ് അലിയോ, ഒരു മുസ്ലിം ഡോക്ടറാണ് കേട്ടോ. നല്ല ഡോക്ടർ. കാണിച്ചെടുക്ക ഡോക്ടർ തന്നെ എനിക്കും പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നതാണ്. ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ചെയ്യാറില്ല കേട്ടോ. അതാ എനിക്കിത് പിന്നെ ഞാൻ സൂക്ഷിച്ചേക്കല്ല, കാരണം ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല അവർക്ക്. പക്ഷേ അങ്ങനെ തന്നെ വാങ്ങി വെച്ച നമുക്ക് സേഫ് ആയിട്ട് വാങ്ങി വെച്ചതാണ്. പേടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഇൻഹേലർ എഴുതി തന്നു. അപ്പൊ അതാണ് എല്ലാവർക്കും മോളും കണക്കന്നെ. അപ്പൊ ശരി. ഇതിപ്പോ ഇത് ആദില കൊടുത്ത ഡോള്. ഇത് ആദില കൊടുത്ത ഡോളാണ്. ശ്വാസം മുട്ടുണ്ടല്ലോ. അതിലൊക്കെ ഉണ്ട് ശ്വാസം മുട്ട്. ഈ ആദൂക്ക് വെറുതെ ഓരോ പറയാ ഈ ആൾക്ക് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ നമ്മള് പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് പോകാനുള്ള പരിപാടി. ഇതപ്പം തന്നെ 13 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ടാറ്റാ, ബൈ ബൈ. പൊന്നൂസിനില്ലേ ഈ കഞ്ഞി, ഈ നെല്ലുത്തേരി കഞ്ഞി എന്ന് പറയും. നെല്ലുത്തേരി എന്നാണ് നമ്മളവിടെ പറയാം. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോരുത്തരും ഓരോ ഇതാണ് പറയാ. കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഓളെ ബാപ്പൻ്റെ അവിടെ പോയപ്പം ഓളെ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ കഞ്ഞി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മുതൽ തുടങ്ങിയ സ്വഭാവമാണ് ഈ കഞ്ഞി വേണമെന്ന്. ഇപ്പം ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മമ്മ നെല്ലുത്തേരി കഞ്ഞി കുടിക്കാണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാ അല്ലേ? എന്തേ? വേഗം കുടിക്ക്. പോണം. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടോ. നോമ്പ് തുറൻ്റെതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ചെറിയ അങ്ങനെ നുള്ളിപ്പൊട്ടി ഇതാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പ് തുറൻ്റെ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ സാധനം വാങ്ങാനുള്ള ഇപ്പോൾ സമയം ഇപ്പം 7 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ സാധനം വാങ്ങാനുള്ള പരിപാടി നോക്കട്ടെ പോയിട്ട്. ഇന്ന് ഇനി വീട്ടിലെത്തൽ നല്ല ലേറ്റ് ആവും അല്ലേ അമ്മ? നല്ല ലേറ്റ് ആവാനായിരിക്കും. പൊന്നോ, എന്നോട് ഞാൻ ബ്ലഷ് ഇടരുത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലഷ് ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ബ്ലഷ് ഇട്ടിട്ട് ഇനി നിന്റെ അടുത്ത് തല്ല് കിട്ടും കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയുന്നത്. അതിന്റെ സ്കിന്ന് വെറുതെ സ്കിന്ന് കൊണ്ട് കൊളാക്കാൻ നിൽക്കരുത്. ദേഷ്യം പിടിപ്പിക്കേണ്ട തന്നെ. ഇതങ്ങോട്ടൊക്കെ
ആന്നേ ഇവിടെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലഷ് ഇടണമെന്ന് വെച്ചാൽ എനിക്ക് സ്കിന്നിൽ ഞാൻ മോയ്സ്ചറൈസറും കാണിക്കും മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക് പിന്നെ ചുണ്ടില് സ്കിന്നിൽ എനിക്ക് അവളെ സ്കിന്നിൽ ഒന്നും ഇടണം എനിക്ക് ഇഷ്ടമില്ല. ഒന്നാമത് ചെറുതും കൂടിയല്ലേ, എന്നാലും ഞാൻ കാണാതെ എടുത്തിട്ട് ബ്ലഷ് എടുത്തിട്ടിടും. ഇപ്പൊക്കെ ബ്ലഷിന്റെ ആവശ്യമേ ഇല്ല, ജസ്റ്റ് ഒരു ചൂട് തട്ടി 2 കവളും ഇങ്ങോട്ട് ചോവും. ഭയങ്കര മഞ്ഞ മമ്മിന്റെ സുന്ദരി ചക്കര. ഉറങ്ങണോ? അടിപൊളി. ഞാൻ ലിപ്സ്റ്റിക് ഇടും കേട്ടോ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എന്താ പറയുക നല്ല കോലാണ്. കാണിച്ചു. ഇതാണ് പൊന്നൂസിന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് ഞാനില്ലേ ബാങ്കോക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാങ്കോക്കില് റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചത്. ഡൽഹി നമ്മളവിടെ തന്നെ മാതിരി റോഡ് സൈഡിൽ വിൽക്കലും എല്ലാം ഉണ്ട്. ഇത് ഞാൻ എത്രക്കേനു വാങ്ങിയത്? 200 ബാത്ത്, അതായത് അവര് 350 ബാത്തോ 300 ബാത്ത് അങ്ങനെ പേശി 250 ബാത്തിന് കിട്ടി. അതായത് നാട്ടിലെ ഏകദേശം 750 രൂപ. യെസ് പക്ഷെ നല്ല രസമല്ലേ? 750 രൂപ എനിക്കൊരു ബാഗ് ജീൻസ് വാങ്ങിയാലോ? 750 ഉറുപ്പ്യക്കാണെങ്കിൽ ബാഗ് ജീൻസ് കിട്ടും. കാത്തിരുന്നോ? രസമല്ലേ? ഇഷ്ടമായി? നിങ്ങൾക്ക് ഇഷ്ടമായ പറയണേ. പിന്നെ ഞാനും അവിടെ നിന്ന് എടുത്തത്. എൻ്റെത് പിന്നെ അത്ര ഒന്നും ആയിട്ടില്ല. അത് നമ്മൾ സരോജിനി മാർക്കറ്റ്, ഡൽഹി സരോജിനി മാർക്കറ്റിൽ പോയാൽ വാങ്ങുന്ന മാതിരത്തെ ഒരു ഡ്രസ്സ് ഉണ്ട്. അത് ഞാൻ വാങ്ങിച്ചത് വെറും 50 ബാത്തിനാണ്. ആ ഡ്രസ്സുകൾ ഡ്രസ്സ് നോക്കിയിട്ട് പറയും. പാൻറ് ഉണ്ടാവില്ല, പാൻറ് ഞാൻ ഇവിടുന്ന് H&M വാങ്ങിച്ചതാണ്. ടോപ്പ് മാത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ എന്നെ പറയാം അതെങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇതാണ് എന്റെ മമ്മിന്റെ ഡ്രസ്സ് കാണിച്ചെടുക്കട്ടെ. പാൻറില്ല എനിക്കറിയാം. ഇതാ ഈ ഒരു ഷർട്ട്. ഇത് എന്താ പറയാ, സരോജിനി മാർക്കറ്റ് പോലെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിക്കുന്ന ഇതില്ലേ, വെച്ചിക്കുന്ന വെക്കൂല, അങ്ങനെ SM സ്ട്രീറ്റ് മാതിരി അവിടെ നിന്ന് എടുത്തതാ കേട്ടോ. 50 ബാത്ത് വെറും 150 രൂപ. സത്യമായിട്ട് 50 ബാത്തിന് വാങ്ങിച്ച ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കില്ലേ ഈ ഒരു പാൻറ്റിന് എന്താ പറയുക, ഒരു ബ്ലാക്ക് ഷർട്ടിനും വേണ്ടി കുറേ ഞാൻ നടുന്നത്. ഞാൻ അവിടെ പോകുമ്പോൾ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ നിന്ന് കിട്ടി. എനിക്ക് ഭയങ്കര, ഞാൻ ഇങ്ങനെ കൈ വെക്കൂല കേട്ടോ, കുറച്ചിങ്ങനെ അങ്ങനെ തരച്ചിങ്ങനെ വെക്കും. മതി, അവര് കണ്ടു. അങ്ങനെ മമ്മക്ക് വിഷമിട്ടില്ല പോകുമ്പത്തേക്ക് മാങ്ങൊക്കെ കേട്ടോ. നമ്മൾ പോകുമ്പോ കൊടുക്കുമ്പോ അധികം ഒന്നും കഴിച്ചിട്ടില്ല ശരിക്കും പറയണം. അപ്പൊ മാങ്ങ കണ്ടപ്പോ ഞാൻ പറഞ്ഞ മാങ്ങ ഒന്ന് മുറിക്കാം. നല്ല മാങ്ങ കലപ്പടി. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് മുറിച്ചതാണ്. അപ്പൊ നീ പുറത്തെത്തിയിട്ട് കഴിക്കണം ഫുഡ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാന് ഒന്ന് കട്ടെടുത്ത് തിന്നും. അതാണ് എന്റെ ജോലി അല്ലേ മമ്മ? കട്ടെടുത്ത് തിന്നല്ല, മര്യാദക്ക് തിന്നുന്നത്. ഇതിനെന്താ കട്ടെടുത്ത് തിന്നല്ലേ? നമ്മൾ ഹൈലൈറ്റ്സ് എത്തിയിട്ടൊന്നുമില്ല, പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ കാറ്റം കേറട്ടെ, അല്ലെങ്കിൽ ഈ ഫോൺ നമ്മളെ വീട്ടിന്റെ അവിടുത്തെ അതേ കാറ്റം, അല്ലെങ്കിൽ ഈ ഫോൺ തറച്ചോ? കാറ്റം എന്ത് ഇവളില്ലേ പറയാണ്, ഓക്ക് ബാഗി ജീൻസ് ആണല്ലോ എടുത്തത്. അപ്പോ മൈലാഞ്ചി ഇടുന്നതിനെ കൊണ്ട് ബാഗി ജീൻസ് ചേരൂല, അതുകൊണ്ട് ഓക്ക് പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കണം. മൈലാഞ്ചി കല്യാണമാണല്ലോ പൊന്നൂസിന്റെ. അപ്പൊ മൈലാഞ്ചി കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അതും കൂടെ എടുക്കില്ലേ പൊന്നു? കല്യാണ ഡ്രസ്, മൈലാഞ്ചി കല്യാണത്തിന്റെ ഡ്രസ് മതി. അങ്ങനെ നമ്മൾ കാറ്റം കേറി അല്ല കാറ്റ് ഇറങ്ങി മതി. ഇപ്പൊ നെസ്റ്റോയില് പുതിയൊരു രീതിയും കൂടി വന്നിട്ടുണ്ട്. ഇതിപ്പോ തുടങ്ങിയപ്പോ കളവ് കൂടുതൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഹാൻഡ് ബാഗ് വരെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നടക്കുന്നുണ്ടാവും എല്ലാരും. ചില ആൾക്കാർ ബാഗിലൊക്കെ ഇട്ട് മിഠായൊക്കെ എടുക്കുമ്പോ അറിയൂലല്ലോ, ഇടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. എന്റെ ബാഗ് ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളെ റംസാൻ എന്താ പറയാ, പെരുന്നാളായി കഴിഞ്ഞതാ. ഫോണിന്റെ അവിടെയൊക്കെ ഫോണ് തുടങ്ങിയിട്ടുണ്ട്. മുന്നൂസുണ്ട് പറയുന്ന ഇട്ട് കൊടുക്കണം എന്നുള്ളത്. ഞാൻ നോക്കട്ടെ, ഞാൻ ചിലപ്പോ അവിടെ തെറ്റിപ്പിക്കും. നല്ല പണി, നല്ല രസമുണ്ട് കാണാന്. നമ്മളിപ്പോ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലതാ പൊന്നൂസിന്റെ പരിപാടി.
ആദ്യം പോയിട്ട് എടുക്കുന്നത്. നമ്മള് സാധനങ്ങളൊന്നും എടുത്തില്ല, ഓളതാ പോയിട്ട്. കുഞ്ഞാ അത്ര വലുത് വേണ്ട, ഞാൻ വലുതൊന്നും വാങ്ങിച്ചു തരില്ല, ചെറുതാ. അയ്യടി ആ പ്ലീസ് പോടുന്ന്. ഇല്ല 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 ഇല്ല, ഇങ്ങനെ തിന്നോ? ഉറപ്പല്ലേ? ആ ശരി, ഇനി വേറെ ഒന്നും എടുക്കരുത് കേട്ടോ, ഞാൻ വാങ്ങിച്ചു തരൂല. ഇല്ല ഞാൻ വാങ്ങിച്ചു തരൂല, വാങ്ങിച്ചു തരൂല, വാങ്ങിച്ചു തരില്ല. ഇല്ല ഇല്ല. എന്നിട്ട് എന്ത് വാങ്ങാനാ? എന്നാ ഇതിന് വേണ്ടി എടുക്കാനായിട്ട് മാറ്റി എടുക്കാൻ പോകുന്നുണ്ട്. എന്താന്നാ എന്നിട്ട് വേറെ എന്തെങ്കിലും എടുക്കൂ? അയിമേന്റെ എടുത്തിട്ടെ ബാക്കി 30 വേറെ എന്തോ വാങ്ങാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ. അതാ ഞങ്ങള് 2 കോണ് വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ റേറ്റ് ചോദിച്ചു മെഹന്തി ഇടാൻ. അപ്പൊ 300+ ആണ് ഒരു സൈഡിന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മതിന്ന് വിചാരിച്ചു. പൊന്നൂസിന്റെ കയ്യിൽ ഞാൻ തന്നെ ഇട്ടുകൊടുക്കും, കൊളാക്കി ഇട്ടുകൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഞങ്ങൾ ഇതാ 2 കോണ് വാങ്ങിച്ചു. അതാ ഡാൻസ് കളിച്ച് പോ നോക്ക്. ഇവിടെ വന്ന അങ്ങനത്തെ ഓരോ പരിപാടികളാ. ഇത് കണ്ടോ, കടുക് ഇപ്പൊ ഭയങ്കര കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞായിട്ട്. ഇതിപ്പോ വീഡിയോയില് ഭയങ്കര വലുതായിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ അതില്ലേ ഭയങ്കര. ഇപ്പൊ കടുക് വരുന്നത് ഇങ്ങനാണോ അറിയുന്നില്ല. നമ്മള് ഏതൊരു പാക്കറ്റ് എടുത്ത് നോക്കുമ്പോഴും ചെറിയ ചെറിയ കുഞ്ഞിമാതിരി കസ്കസിന് വരുത്ത ആ ഒരു വലിപ്പേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിന്റെ മേലെ മസ്റ്റാർഡ് എഴുതി, നമുക്ക് തെറ്റിപ്പോയതാണോ എന്ന് വെച്ചാൽ മസ്റ്റാർഡ് എഴുതിയിട്ടുണ്ട്. എന്തായാലും എടുക്കുന്നുണ്ട്. ഏത് കടുക് നോക്കുമ്പോൾ ഇതേ പരുവാണ് കാണുന്നത്. കടുക് ഇത്ര വലിപ്പമല്ലല്ലോ നോർമലി ഉണ്ടാവാം. എന്തായാലും എടുക്കുന്നുണ്ട്, വീട്ടിലെത്തിയിട്ട് നോക്കാം. എല്ലാത്തിന്റെ മേലെ അങ്ങനത്തെ അല്ല എഴുതിയിട്ടുള്ളത് കേട്ടോ. വേറെ വേറെ കമ്പനിയൊക്കെ എടുത്തപ്പോഴൊക്കെ ഇതേ വലിപ്പം തന്നെ. ഇപ്പൊ ഇങ്ങനെയാണോ കടുക് ഇത്ര വലിപ്പത്തിലാണോ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ എഴുതുന്നത് അറിയില്ല. അത് കടുകല്ല കുഞ്ഞാ, ഇതും ചെറുതന്നാ. ഇത് കടുകോ? ഇത് ബ്ലാക്ക് കടുക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്ന സാധനം നോക്കൂ, നല്ല രസാ. സ്വഭാവം എന്റെ മമ്മക്ക് നല്ല ഓറുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അരിയാട്ട കഴിക്കല്. സാധനം മനസ്സിലായി. വെണ്ടക്ക എടുക്കുമ്പോ എടുക്കേണ്ട രീതി നിങ്ങൾക്ക് ജായ് വെണ്ടക്ക കിട്ടുന്നു. അപ്പം ആദ്യം ഇങ്ങനത്തെ ഒരു വെണ്ടക്ക എടുക്കാം. എന്നിട്ട് ഇതിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജായ് വെണ്ടക്ക എന്നാണ് അർത്ഥം. കണ്ടില്ല? ഇങ്ങനെ ആക്കുമ്പോ ഊരി വരുന്നില്ല, ജായ് വെണ്ടക്ക. നല്ല വെണ്ടക്ക ആക്കുമ്പോ ഇങ്ങനെ ആക്കുമ്പോ നല്ലൂല. വെണ്ടക്ക നല്ലതല്ല കുഞ്ഞാതായിരിക്കും. വെണ്ടക്കന്റെ ട്യൂട്ടോറിയൽ ക്ലാസ് എടുത്തു തരുന്ന പൊന്നൂസ്. ഇത് നല്ല വെണ്ടക്ക അല്ലേ? ശരി. ഇങ്ങനെ നമ്മളെ ഓൾമോസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. പൊന്നൂസ് അതിന്റെ അടുത്ത് പറഞ്ഞു മന്തി വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ മന്തി കിട്ടോ എന്നൊന്നും അറിയില്ല. പൊന്നൂസ് ഇതാ ബില്ലടിക്കാൻ വേണ്ടി. എവിടെ പൊന്നൂസ്? അവിടെ ഇഞ്ചി തൂക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ മന്തി കിട്ടോന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. ഇപ്പൊ തന്നെ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ സൂഫിയിലോ നെഹദിയിലോ ആയിരിക്കും പോവാ. അവിടുത്തെ മന്തി നല്ല ടേസ്റ്റാ. പിന്നെ ഞാൻ കഴിക്കുക അൽബേക്കിലെ മന്തി കഴിക്കും. പക്ഷെ സൂഫി നെഹദിയിലെ മന്തിന്റെ അത്ര ഒരു മന്തി ഒക്കൂല, ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇത് ബില്ലടിക്കട്ടെ പോയിട്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പെരുന്നാരാവിന് വാങ്ങിക്കും. ഞാൻ പെരുന്നാരാവ് രാത്രി പോയിട്ട് വാങ്ങിക്കൂല കേട്ടോ, കാരണം രാത്രി പോകുമ്പോൾ ഭയങ്കര റഷും ആയിരിക്കും, നല്ല സാധനം കിട്ടൂല. അപ്പൊ ഞാന് രാവിലെ തന്നെ വാങ്ങും. ഓൾമോസ്റ്റ് ഈ നോമ്പ് 29 കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ നമുക്ക് എപ്പോഴാണ് പെരുന്നാൾ. അപ്പൊ ഞാൻ നാളെ തന്നെ പോയി വാങ്ങിക്കും. നാളെ പോയി വാങ്ങിച്ചിട്ട് രാവിലെ അത് വാങ്ങി ഫ്രിഡ്ജിൽ അങ്ങോട്ട്. അപ്പൊ നല്ല സാധനം കിട്ടും. എന്നിട്ട് എടുത്താൽ മതി. അപ്പൊ അച്ചാർ എടുക്കാനുള്ള പരിപാടി അത് വേണ്ട. അച്ചാറിട്ട് 3 തോന്നിട്ട് ടേസ്റ്റ് വേണ്ടേ? കുഞ്ഞത് ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇത് വേണ്ടത് വേണ്ട വേണ്ട പൊന്നു. നമുക്ക് മറ്റേ നമ്മള് സാധാരണ വാങ്ങുന്ന അച്ചാറില്ലേ മാങ്ങന്റെ, ഏതാ? അച്ചാർ നൊണിച്ചിയാണത്. അച്ചാർ നൊണിച്ചില്ലേ അത് നോക്കുന്നത് കണ്ണിമാങ്ങ അച്ചാർ, ടെൻഡർ മാംഗോ പിക്കിള്. ഇതാണ് ഓളെ കണ്ണിമാങ്ങ അച്ചാർ. എന്താ റബ്ബേ ചെയ്യാ. ഇത് കണ്ണിമാങ്ങ അച്ചാറാ? അതാ കണ്ണിമാങ്ങ അച്ചാറാ? ചമ്മിയ മോന്ത കണ്ടോ? അതാ ചമ്മിയ മോന്ത. അത് ടേസ്റ്റ് ചെയ്ത് നല്ല എൻ്റെ അടുത്ത് കിട്ടും കേട്ടോ. ഞാൻ ഈ മഞ്ഞില്ലേ, ഈ മഞ്ഞ
എന്റെ കാക്കന്റെ പുറത്ത് ഞാൻ ഇട്ടുകൊടുക്കും. എന്റെ കാക്ക ഇങ്ങനത്തെ ബനിയനൊക്കെ ഇടുമ്പോ ഞാൻ ഉണ്ടാക്കുന്ന അറിയാം. അവന്റെ പാന്റിന്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടുകൊടുക്കും. എനിക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് ഇഷ്ടാട്ടോ ഐസിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് കളിക്കും. നല്ല രസാ. എനിക്ക് ഐസിൽ കളിക്കാൻ ഇഷ്ടമില്ല. അയ്യോ പൂരപ്പറമ്പിലെ തിരക്കാണ് മോളെ. ഗൈസ് മമ്മ ഒരു പാട്ടാരത്തിയാന്ന് ഇപ്പൊ കേക്ക് തെളിഞ്ഞില്ലേ. അത് പോവാടുന്ന് നല്ല തിരക്കമ്മ നോക്ക്. പൊന്നും മന്തി തിന്നണോ അത് എവിടെ എപ്പഴാ എത്താന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. പോവാടുന്ന് എനിക്ക് കയ്യും തോന്നണില്ല. മമ്മക്ക് കഴിയുന്ന നിർബന്ധമില്ല, എനിക്ക് കഴിഞ്ഞാൽ മതി. ഓക്കെ പൊന്നു നോക്ക്, പൊന്നത് നോക്ക്. ഇതിപ്പോ എപ്പഴാ അവിടെ എത്താ? നാളെ ഫുള്ളും തിരക്ക അവിടെ. മതി 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 വീഡിയോ എടുത്ത്. നമ്മൾ മന്തി കഴിക്കാൻ ലഹദിയിൽ വന്നു. അത് സാഹചര്യമായി എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ട്. ആകെ എത്ര രണ്ട് സാധനമാണ്. അപ്പൊ നമ്മൾ രണ്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ലേ എന്തെന്ന് വെച്ചാൽ ഞാനില്ലേ അച്ചാർ സോഡ ഉണ്ടാക്കാൻ സാധനം വാങ്ങിച്ചിട്ടില്ല. എന്റെ ഉപ്പല്ലേ എന്റെ ഉപ്പ ഒരു സോഡ ഉണ്ടെന്നുണ്ടായിരുന്നു, നല്ലൊരു സോഡ ആക്കാൻ. അപ്പൊ അതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കി. എന്റെ മമ്മ അച്ചാറായിരുന്നു വാങ്ങിയതോ? അപ്പൊ ഞാൻ ഉണ്ടാക്കി. എന്റെ മമ്മ അറിയാതെ അച്ചാർ അയച്ചു. അതിന്റെ മമ്മ കണ്ടുപിടിച്ച് പിന്നെ അത് വിട്ട് ഞാൻ പിന്നെ എടുക്കുമെന്ന് അറിയാലോ, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ടത്. പിന്നെ സംഭാരം അത് ഞാൻ പറഞ്ഞു മമ്മ എനിക്ക് ദാഹിക്കുന്നത്, എനിക്ക് വാങ്ങി തരുന്നത്. ഞാൻ ഉണ്ടാക്കി. അത് കുടിച്ചില്ല. എന്റെ വലിയമ്മ വാങ്ങിച്ചത് കുടിച്ച്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി ആ സംഭാരം എടുത്തിട്ട് എന്റെ അച്ചാർ സോഡയിലേക്ക് എന്നിട്ട് രണ്ടെണ്ണം കൂടി മിക്സ് ഐഡിയ പിന്നെ അച്ചാർ സോഡ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അതിന് സോഡയും അച്ചാറും കിട്ടുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം സംഭാരം വെച്ചിട്ട് ഉണ്ടാക്കിട്ടോ. നമ്മളിപ്പോ ഹിറ്റിലാണ് എത്തിയിട്ടുള്ളത്. എത്തിയപ്പോ മന്തി ചോദിച്ചപ്പോ ബീഫ് മന്തി തീർന്നു. ബീഫ് മന്തി തീർന്നു, മട്ടൻ മന്തി തീർന്നു, നോർമല് തീർന്നു. ചോദിക്കണ ഒരു വിധം മന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം നമ്മള് ഉമ്മ പെരി പെരി മന്തി ഓർഡർ ചെയ്തു. ഞാൻ ഹണി അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. നല്ല തിരക്ക്. കാരണം എന്താ വെച്ചാൽ പെരുന്നാളിന്റെ ആ ഒരു ടൈം ആയിരുന്നു. നോമ്പ് 28 അപ്പൊ അതിന്റെ ടൈം ആയിരുന്നു. നല്ല തിരക്കാണ്. റഷ് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറഞ്ഞ പൂരപ്പറമ്പിലെ തിരക്ക് ഇതുപോലെയാണ്. ഞാൻ അങ്ങനെ പറയാം. അത്രയും തിരക്കുണ്ട്. അതാ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നോമ്പ് വന്നിട്ട് ആകെ കുറച്ച് എന്തൊക്കെയോ നുള്ളിപ്പരുത്തി എന്താ പൊന്നു നുള്ളിപ്പരുത്തി പഴയത് ഇങ്ങനത്തതൊക്കെ കുറച്ച് സമൂസൊക്കെ അങ്ങനെ നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കഴിച്ചത്. കാര്യമായിട്ടൊന്ന് കഴിച്ചിട്ട് നല്ല വിശക്കുന്നുണ്ട്. അപ്പൊ മന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മന്തി വന്ന് കയറിയാൽ ചിലപ്പോ വീഡിയോ എടുക്കലൊക്കെ വളരെ മന്തി എത്തിട്ടോ. നമ്മളെ മന്തി എത്തി കഴിക്കട്ടെ കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. വീഡിയോ എടുക്കലുണ്ടാവില്ല. കാത്തിരിക്കുന്നു. നെഹദിയിലെ മന്തി സൂഫിയിലെ മന്തി ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. പാലസിലെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ. എന്നോട് പറഞ്ഞതാണ് പൊന്നൂസ് തിന്നണേന്റെ ലോങ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇതാ വന്നതാണ്. എന്താന്നറിയോ, ഞാന് എന്താ പറയാ ചെസ്റ്റ് കഴിക്കൂല. അപ്പൊ ലെഗാണ്. അപ്പൊ അവർക്ക് കൊണ്ടുവന്നത് മാറിപ്പോയത്. അപ്പൊ ഹണിയില് അപ്പൊ ഏത് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ പെരിപ്പേരി മതി. അവന്റെ പെരിപ്പിരാണ്ട് ഇപ്പൊ കൊതി വന്നപ്പോ പെരിപ്പേരി മതി. നല്ല എരി ഉണ്ടാവും വിചാരിക്കുന്നു കണ്ടിട്ടല്ലോ. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്തായാലും എന്തായാലും കഴിക്കട്ടെ. പൊന്നു എനിക്ക് കഴിക്കല്ലേ. ഞാൻ കഴിക്കാനും കൂടി തുടങ്ങിയിട്ടില്ല. നല്ല മഴ പെയ്യാണ്. കൊടൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതാ മഴത്ത് നടന്നിട്ട് പോവാ. നമ്മള് കാറ് കുറച്ച് ഹോട്ടലിന് കുറച്ച് ഇവിടെ ആയിട്ട് നിർത്തി. കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ മഴ നിക്കുന്നില്ല. അതിനെ കൊണ്ട് നടന്നു കൊണ്ട് പോന്നു. വീട്ടിലേക്കല്ലേ കുറച്ച് നന്നാൻ എന്താന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കാറ് കുറച്ച് ഹോട്ടലിന് കുറച്ച് ഇവിടെ ആയിട്ട് നിർത്തി. കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ മഴ നിക്കുന്നില്ല. അതിനെ കൊണ്ട് നടന്നു കൊണ്ട് പോന്നു. വീട്ടിലേക്കല്ലേ കുറച്ച് നന്നാൻ എന്താന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലെത്തി. പിന്നെ നിങ്ങൾ ചിന്തിക്കണ്ടോ ഞാൻ തീർത്തി പറയുന്നത്? ഇല്ല അച്ചാർ സോഡ ഉണ്ടാക്കൂല. ഇന്ന് ഇനി ഉണ്ടാക്കൂല. ഇല്ല ഒരു പ്ലീസും ഇല്ല പൊന്നു. ഒരു പ്ലീസും ഇല്ല. സോപ്പിടണ്ട. ലവ് യു.
നല്ല മഴ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നല്ല മഴ, നല്ല ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ അത്യാവശ്യം മഴയൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുക. നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വരാ. അപ്പൊ ബന്നൂസിന് എല്ലാവരും കൊടുത്തോണ്ടി കേട്ടോ. കൊഞ്ഞാണ്. അപ്പൊ ബൈ. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നത് വരെ വണക്കം. വണക്കം, വണക്കം, വണക്കം. ടാറ്റാ.